മുന്താണിയുടെ ഇറക്കം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുവരെ നമുക്ക് ഒന്ന് പ്ലീറ്റ് എടുക്കാം. ഈ പ്ലീറ്റ് ഒന്ന് അടുക്കി അറേഞ്ച് ചെയ്ത ശേഷം നമുക്ക് ഞാനിവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് കസ്റ്റമർക്ക് വേണ്ടെന്നുള്ള മുന്താണിയുടെ ഇറക്കം. അതിൻ്റെ അടിയിലായിട്ട് നമുക്കൊന്ന് പിൻ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് മുന്താണിയുടെ ഇറക്കം വേണ്ടത്. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇതിപ്പം കോട്ടൺ ആണ് സാരി വരുന്നത്. കോട്ടണിൽ കസവ് വരുന്ന സാരി. ഇത് ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. കസവ് ചുളുങ്ങാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് പുറത്ത് ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അയൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കസവ് ചുളുങ്ങാതെ കിട്ടുന്നതാണ്. ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ ഇട്ട ശേഷം അയൺ ചെയ്യുക. നമ്മുടെ ഇറക്കം എത്രയാണോ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് അത്രയും പോർഷനും ഇതുപോലെ പിൻ ചെയ്തതിന് ശേഷം അയൺ ചെയ്തെടുക്കുക. എനിക്ക് വേണ്ടത് ഇത്രയും പോർഷനാണ്. അപ്പോൾ നമുക്ക് അത്രയും പോർഷനും കൂടെ ഒന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പം ഇത്രയും പോർഷൻ വരെ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മുന്താണിയുടെ ഇറക്കത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കസ്റ്റമർക്ക് ഇത്രയും വീതിയിൽ പ്ലീറ്റ് വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ബോർഡറാണ് ആവശ്യമുള്ളവർക്ക് ഇത്രയും വീതിയിൽ മാത്രം എടുത്താൽ മതി. എന്നോട് ആവശ്യപ്പെട്ട കസ്റ്റമർക്ക് കുറച്ച് ഈ ഫ്രണ്ട് പ്ലീറ്റ് കുറച്ച് വീതിയിൽ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയും വീതിയിൽ എടുത്തേക്കുന്നത്. സാധാരണ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത്രയും വീതി മതിയാവും. ചെറിയ പ്ലീറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത്രയും വീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. മുന്താണിയുടെ ഇറക്കം വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇതുവരെ ആയിരിക്കും മുന്താണിയുടെ ഇറക്കം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ക്ലിപ്പ് ഇട്ട ശേഷം അടുത്ത് നമുക്ക് വേണ്ടത് ചെസ്റ്റിൻ്റെ പ്ലീറ്റാണ്. ചെസ്റ്റ് പ്ലീറ്റ് എടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്ത ശേഷം ചെസ്റ്റിൻ്റെ ആ ഒരു സൈസ് അളന്നിട്ട് ഇത് അറേഞ്ച് ചെയ്യുക. ഇപ്പം ഞാനിത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു ഷീറ്റ് ഒരു ന്യൂസ് പേപ്പർ ഇട്ട ശേഷം ഒന്ന് അയൺ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ കസവെല്ലാം ചുളുങ്ങിയിട്ട് ഒരു ബോർഡറെല്ലാം ഷേപ്പ്ലെസ് ആയിട്ടിരിക്കും. കറക്റ്റ് ഒരു ഷേപ്പ് ബോർഡറിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അയൺ ചെയ്യാൻ പറയുന്നത്. ഇപ്പം കറക്റ്റായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്.